ഹായ്. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ബോഡിയാണ് SSC എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ വർഷം ഓൾമോസ്റ്റ് കഴിയാനായി, ഈ വർഷത്തെ SSC എക്സാംസ് ഒക്കെ തന്നെ ഓൾമോസ്റ്റ് കഴിയാനായി. നമുക്ക് ഇനി വളരെ കുറച്ച് SSC എക്സാംസ് ബാക്കിയുള്ളൂ. നമ്മുടെ ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് SSCയുടെ GD കോൺസ്റ്റബിളുടെ, അത് ആക്റ്റീവാണ്. അപ്പോൾ SSC ആൻഡ് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു എക്സാംസ് ഏതൊക്കെയാണ്, ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ഇത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. ബിക്കോസ് ഇനി അടുത്ത വർഷം വരാൻ പോവാണ്. അടുത്ത വർഷത്തേക്ക് പഠിച്ച് തുടങ്ങിയ ഒരുപാട് പേര് കാണും, പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവർ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വേണ്ടി എങ്ങനെയാണ് നമ്മുടെ SSC എക്സാംസിനെ കുറിച്ച് SSC എക്സാംസ് എന്താണ്, SSC എക്സാംസിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവർ, പ്രിപ്പയർ ചെയ്യുന്നവർ, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, അവരൊക്കെ ആയിട്ട് ഈ വീഡിയോസ് ഉറപ്പായിട്ടും ഷെയർ ചെയ്യാം. ചിലപ്പോൾ അവരുടെ ഒരു ലൈഫ് ചേഞ്ചിങ് മൂവ്മെൻ്റ് ആയിരിക്കും അതെന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ പലപ്പോഴും കാണുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും പിന്നെ നമ്മുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് ആയി മാറുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഒരാൾക്ക് ജസ്റ്റ് ഒരു അവരുടെ ലൈഫിലൊരു പുതിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ചു തുടങ്ങാൻ പറ്റും. അവരുടെ ഫ്യൂച്ചർ ഒരു വളരെ നല്ല ജോലിയിലേക്കും സെക്യൂർ ചെയ്യാനും ഒക്കെ അവർക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് ആവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ നിങ്ങൾക്ക് അറിയാവുന്നവരുമായിട്ടോ ഒക്കെ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. ഇപ്പോൾ എന്താണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഒരു ജോബ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ജോബ്സ് ഉണ്ട്, ഗവൺമെൻറ് ജോബ്സ് ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ജോബ് എന്ന് പറയുമ്പോൾ അഗൈൻ ഒരുപാട് ഓപ്ഷൻസ് ആണ് ഇന്നത്തെ കാലത്തുള്ളത്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കേരള PSC ഉണ്ട്, UPSC ഉണ്ട്. ഇനി ഇത് കൂടാതെ നമുക്ക് അല്ലാതെ റെയിൽവേ, ബാങ്ക്, SSC, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ്, ഇങ്ങനെ ഒരുപാട് എക്സാംസ് ആണ് വരുന്നത്. അതിൽ SSC എക്സാംസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ എക്സാമാണ്. അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത് ഒരു എക്സാം അല്ല, ഒരുപാട് എക്സാമാണ്. വേക്കൻസീസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ 1 lakhന്റെ മേളിലുണ്ട്. ഓരോ ഓപ്പർച്യൂണിറ്റി മിസ്സായാലും തൊട്ട് പുറകെ അടുത്ത ഓപ്പർച്യൂണിറ്റി വരും. അപ്പോൾ നമ്മൾ അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. സോ ഇങ്ങനെ കുറേ, പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും നല്ല സാലറി ഉള്ള പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. നമുക്ക് എങ്ങനെയുള്ള ജോലി വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ നോക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഒരുപാട് പബ്ലിക്കുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആഗ്രഹം ഇല്ലെങ്കിൽ അവർക്ക് ഡെസ്ക് ജോബ്സ് ഉണ്ട്, അങ്ങനെയുള്ളത് ഫോക്കസ് ചെയ്യാം. അതല്ല കുറച്ചുകൂടി എന്താ പറയുക, പബ്ലിക്കായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോബ്സ് വേണം, അത് ചൂസ് ചെയ്യാം. കുറച്ചുകൂടി യൂണിഫോം പോസ്റ്റുകൾ വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പോസ്റ്റുകളാണ് നമുക്ക് ഈ ഒരു SSC എക്സാംസിനകത്ത് വരുന്നത്. അതും പല ലെവലിൽ, പല റാങ്കിൽ, പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ, പല മിനിസ്ട്രീസിൽ, പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു എക്സാംസ് ഒക്കെ തന്നെ, അല്ലെങ്കിൽ പോസ്റ്റിങ്സ് ഒക്കെ തന്നെ നമുക്ക് വരുന്നത്. സോ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിറഞ്ഞതാണ് SSC എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ SSC നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ SSC എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം കണ്ടക്ടിങ് ബോഡിയാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലുള്ള മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഓഫീസുകളിലേക്കൊക്കെ ഉള്ള റിക്രൂട്ട്മെൻറ്റ് നമ്മുടെ SSC ആണ് നടത്തുന്നത്. അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ബോഡി, അതാണ് SSC എന്ന് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റ് എല്ലാം നടത്തുന്നത് നമ്മുടെ SSC ആണ് എന്ന് നമുക്ക് പറയാം. ഇനി SSCയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാം അല്ല ഉള്ള കുറേ അധികം എക്സാംസ് ആണ് നമുക്ക് SSCൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഇപ്പം പെട്ടെന്ന് ചില പോപ്പുലർ എക്സാംസ് എടുത്ത് പറയുകയാണെങ്കിൽ SSCയുടെ CGL ഉണ്ട്. ഏതൊരു ഗ്രാജുവേറ്റിനും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് SSCയുടെ CGL. ഏറ്റവും നല്ല പോസ്റ്റുകൾ, ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റ്, ലൈക്ക് നമ്മുടെ ഇപ്പോൾ പെട്ടെന്ന് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, കസ്റ്റംസ്, എക്സൈസ്, അതേപോലെ തന്നെ നമ്മുടെ CBI, NIA, അതേപോലത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ള, അതേപോലെ തന്നെ മിനിസ്ട്രീസ്, നമ്മുടെ ഡൽഹിയിലെ നമ്മുടെ പാർലമെൻറ്റ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ഇവിടേക്കൊക്കെ ഉള്ള റിക്രൂട്ട്മെൻറ്റ്സ് ആണ് നമ്മുടെ SSCയുടെ CGL എക്സാം വഴി നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഡൽഹിയിലേക്ക് മാത്രമാണോ റിക്രൂട്ട്മെൻറ്റ് എന്ന് ചോദിച്ചാൽ അങ്ങനല്ല. നമ്മുടെ കേരളം തൊട്ട് നമുക്ക് ഈ പറഞ്ഞ കേരളത്തിലുള്ള പോസ്റ്റിങ്സ് ഉണ്ട്, ഇത് കൂടാതെ ഓൾ ഇന്ത്യ വരുന്ന പോസ്റ്റിങ്സ് ഒരുപാടുണ്ട്, ഇത് കൂടാതെ ഡൽഹിയിൽ മാത്രം വരുന്ന പോസ്റ്റിങ്സ് ഉണ്ട്. ഇങ്ങനെ എല്ലാം കൂടി ചേർന്നാണ് SSC CGL. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റ്, ഏറ്റവും നല്ല സാലറി ഉള്ള പോസ്റ്റുകൾ നമുക്ക് പറയാം. ഓൾമോസ്റ്റ് 70,000+ സാലറി വരുന്ന പോസ്റ്റുകളാണ് മോസ്റ്റ് ഓഫ് ദി പോസ്റ്റുകൾ SSC CGLന്റെ അണ്ടറിൽ വരുന്നത്. അത് സ്റ്റാർട്ടിംഗ് സാലറി ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ സ്റ്റാർട്ടിംഗ് സാലറി നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആയിരുന്നാൽ മാത്രം മതി. ആ എക്സാംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ആവശ്യമുള്ള ട്രെയിനിങ് തന്നിട്ട് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ്ലി നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സാലറിയാണ് കിട്ടുന്നത്. പിന്നെ അവിടെ നിന്നുള്ള ഫ്യൂച്ചർ ഗ്രോത്ത്, ഡിപ്പാർട്ട്മെൻറ്റ് എക്സാംസ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഈവൻ മിനി സിവിൽ സർവീസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. എന്നിട്ട് അവിടെ വരുന്ന പോസ്റ്റിങ്സ് ഗ്രൂപ്പ് B പോസ്റ്റിങ്സ് ആണ് കുറച്ച് വരുന്നത്, പിന്നെ ബാക്കിയുള്ള ഗ്രൂപ്പ് C. അപ്പോൾ ഗ്രൂപ്പ് B പോസ്റ്റിംഗ് തൊട്ട് മേലാണ് നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് A സിവിൽ സർവീസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ തൊട്ടടി വരുന്നതുകൊണ്ട് തന്നെ ഇതിനെ മിനി സിവിൽ സർവീസ് നടക്കാൻ അറിയപ്പെടുന്ന ഒരു എക്സാം കൂടിയാണ് SSC CGL
എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പല പോസ്റ്റുകൾ ഒരു 13 വർഷമൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ ഇതേ എന്താ പറയുക ഒരു IPS റാങ്ക്, കമ്മീഷണർ റാങ്ക് ഇതിലേക്ക് എത്താൻ പറ്റുന്ന ഒരുപാട് പോസ്റ്റുകളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് കൂടിയാണ് അതിന് മിനി സിവിൽ സർവീസ് എന്ന് പറയുന്നത് എന്താ പറയുക നോൺ IAS പോസ്റ്റുകൾ റാങ്കിലേക്ക് എത്താൻ പറ്റുന്ന പോസ്റ്റുകളാണ് അവിടെ വരുന്നത്. പിന്നെ SSCയുടെ CHSL ഉണ്ട്. എന്താ അതിൻ്റെ സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +2 ക്വാളിഫിക്കേഷൻ മതി ആ ഒരു എക്സാം എഴുതണമെങ്കിൽ. അതുപോലെ SSCയുടെ MTS ഉണ്ട്, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി. നമുക്ക് അതിലേക്കൊക്കെ തിരിച്ച് വരാം. അതുപോലെ SSCയുടെ CPO ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേരളത്തിലെ കേരള പോലീസൊക്കെ ഓക്കെ, പക്ഷെ നമുക്ക് ഈ സെൻട്രൽ പോലീസ് ആവാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടി അതാണ് നമ്മുടെ CPO എന്ന് പറയുന്നത്, സെൻട്രൽ പോലീസ് ഓഫീസർ. CPO ഡൽഹി പോലീസ് എന്നൊക്കെ പറയും, വേറെ ഒരു പേര്. പിന്നെ അതുപോലെ SSCയുടെ GD കോൺസ്റ്റബിൾ ഇപ്പം നോട്ടിഫിക്കേഷൻ ആക്റ്റീവാണ്. ഏറ്റവും കൂടുതൽ വേക്കൻസിക്ക് വിളിക്കുന്ന എക്സാമാണ് SSCയുടെ GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വേക്കൻസിക്ക് വിളിക്കുന്ന ഒരു എക്സാമാണ് SSCയുടെ GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക നമ്മൾ പറഞ്ഞ പോലെ ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C കാറ്റഗറിയിലുള്ള പോസ്റ്റുകൾക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നിങ്ങൾക്കിപ്പം പെട്ടെന്ന് അവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻകം ടാക്സ്, കസ്റ്റംസ്, GST, CBI, IB, റെയിൽവേ, മിനിസ്ട്രീസ് ആൻഡ് മെനി മോർ. ഇതൊക്കെ അതാണ് ഇമ്പോർട്ടൻറ്റ്, മെനി മോർ എന്നുള്ള ഈ CGLന്റെ അണ്ടറിൽ മാത്രം നമുക്ക് 36 പോസ്റ്റുകളാണ് വരുന്നത്. 36 ആൻഡ് ലാസ്റ്റ് 2 പോസ്റ്റ് കൂടി എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മേ ബി 37-38 പോസ്റ്റുകളാണ് നമുക്കിവിടെ വരുന്നതെന്ന് പറയാം. അപ്പോൾ ആ രീതിയിൽ അതേപോലെ ബാക്കിയുള്ളതിലെല്ലാം തന്നെ ഇതേപോലെ തന്നെയാണ് വരുന്നത്. അതും പല ഡിപ്പാർട്ട്മെന്റ്സിലും പല ഓഫീസിലുമായിട്ടാണ് വരുന്നത് ഈ 36 പോസ്റ്റുകളും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് ഓടിച്ച് വരുവാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വളരെ ബ്രീഫ്, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒറ്റ സ്ലൈഡ് ചെയ്ത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ലൈഡ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാം എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, ആൻഡ് ഏജ് ലിമിറ്റ് എന്താണെന്നുള്ളത് പെട്ടെന്ന് ഇവിടെ തന്നെ അറിയാൻ പറ്റും. നമ്മൾ പറഞ്ഞ പോലെ SSCയുടെ CGL എക്സാം ഗ്രാജുവേഷൻ മാത്രമാണ് ക്വാളിഫിക്കേഷൻ. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഏജ് ലിമിറ്റ് വരുന്നത് 18 തൊട്ട് 30 വയസ്സ് വരെയാണ്. ഈ കാണുന്ന എല്ലാം തന്നെ നിങ്ങൾ അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയുടെ ആണ് ഏജ് ലിമിറ്റ് കാണുന്നത്. നിങ്ങളൊരു OBC കാറ്റഗറിയാണ് എന്നെ കേൾക്കുന്ന ഒരാളെങ്കിൽ അവർക്ക് ഈ കാണുന്നതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു 3 കൂടി കൂട്ടാം. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ 30 ആണെങ്കിൽ നിങ്ങൾക്ക് 33 എടുക്കാം. അതേ സ്ഥലത്ത് നിങ്ങൾ ഇൻ കേസ് SC ST കാറ്റഗറി വരുന്നവരാണെങ്കിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾ ഈ കാണുന്നതിൻ്റെ കൂടെ ഒരു +5 കൂടി കൂട്ടാം. ഓക്കെ എന്ന് പറഞ്ഞാൽ 35 എടുക്കാം ആദ്യത്തത്. ഓക്കെ അപ്പോൾ അതേപോലെ എല്ലാത്തിലും. ഓക്കെ അപ്പോൾ അതേപോലെ SSCയുടെ CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി +2 ക്വാളിഫിക്കേഷൻ ആണ് അവിടെ വേണ്ടത്. 12th പാസ് നിങ്ങൾ കാണാൻ പറ്റും, ആ പേരിൽ തന്നെ അതുണ്ട് 12th പാസ് എന്നുള്ളത് ക്വാളിഫിക്കേഷൻ ഹയർ സെക്കൻഡറി ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18 തൊട്ട് 27 വയസ്സ് വരെയാണ് നമുക്ക് വരുന്നത്. ഇനി SSCയുടെ MTS എക്സാം, MTS എന്ന് പറയുമ്പോൾ മൾട്ടി ടാസ്കിംഗ് സർവീസ് എന്നൊക്കെ പറയും. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എഗെയിൻ 18 തൊട്ട് 27 വയസ്സ് വരെയാണ് നമുക്കിവിടെ വരുന്നത്. 25 വയസ്സ് വരെ MTSും 27 വയസ്സ് വരെ ഹവൽദാർ, അങ്ങനെയാണ് ആക്ച്വലി അത് വരുന്നത്. പിന്നെ അതിനുശേഷം SSCയുടെ CPO സെൻട്രൽ പോലീസ് ഓഫീസർ, അതിന് ഗ്രാജുവേഷൻ വേണം. ഏജ് ലിമിറ്റ് വരുന്നത് 20 തൊട്ട് 25 വയസ്സ് വരെയാണ് വരുന്നത്. ഡൽഹി പോലീസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പിന്നെ SSCയുടെ GD ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ 10ാം ക്ലാസ് മാത്രമാണ് ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആണ്. ഓൾമോസ്റ്റ് 25,000+ വേക്കൻസിക്കാണ് വിളിച്ചത്. ഉറപ്പായിട്ട് ആ വേക്കൻസി ഇൻക്രീസ് ആവും. എന്നോട് എല്ലാ വർഷവും ഇൻക്രീസ് ആവാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വിളിച്ച സമയത്ത് അതിൻ്റെ വേക്കൻസി 40,000 വേക്കൻസിക്കാണ് വിളിച്ചത്. അറൗണ്ട് 40,000+ വേക്കൻസിക്കാണ് വിളിച്ചിരുന്നത്. അത് നമ്മുടെ ഈ വർഷം ആ ഒരു എക്സാം ഒക്കെ കഴിയാനായപ്പോഴത്തേന് അതിൻ്റെ വേക്കൻസീസ് ഇൻക്രീസ് ചെയ്ത് അത് 53,000 ആക്കി മാറ്റി. 53,000 വേക്കൻസി. ഈ വട്ടം വേക്കൻസി വിളിച്ച സമയത്ത് ഇപ്പം 25,000 ഉള്ളൂ. സോ നമുക്ക് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും അത് കൂട്ടി നമുക്ക് കുറച്ചുകൂടി വേക്കൻസീസ് വരാൻ സാധ്യത. ബട്ട് അതർവൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ തന്നെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്ത് ഏറ്റവും ലാർജസ്റ്റ് വേക്കൻസിക്ക് വിളിക്കുന്ന ഒരു സിംഗിൾ എക്സാം പറയുകയാണെങ്കിൽ SSC അല്ല, SSCയുടെ GD ആണെന്ന് എടുത്ത് പറയാം. അതിൻ്റെ അകത്തും GD മാത്രമാണ് നമ്മുടെ ഓൾ ഇന്ത്യയിൽ ഏറ്റവും ഹ്യൂജ് വേക്കൻസിക്ക് വിളിക്കുന്ന ഒരു എക്സാം എന്ന് പറയുന്നത്. പിന്നെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആക്റ്റീവ് ആണ്. സോ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പ്ലാനുള്ള ഒരു ഡെഫിനി അതിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ചാനലിൽ നോക്കിയാൽ മതി. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റും. ഇനി ഇത് കൂടാതെ നമുക്ക് SSCയുടെ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് എക്സാം കൂടിയുണ്ട്. അത് 10ഉം 12ഉം ഗ്രാജുവേഷൻ നിങ്ങൾ പഠിച്ച ഡിഗ്രി ഏതാണോ ആ ഡിഗ്രി ഒക്കെ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18 to 30 ഇയേഴ്സ് ആണ്. ഇത്ര എക്സാമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഇത്ര എക്സാം അല്ല ഉള്ളത്. ഇനി എക്സാംസ് ഉണ്ട്. ഹിന്ദി ട്രാൻസ്ലേറ്റർ, സ്റ്റെനോഗ്രാഫർ എന്നൊക്കെ പറയുന്ന പിന്നെ ഡൽഹി പോലീസിലെ കോൺസ്റ്റബിൾസിൻ്റെ എക്സാംസ്, അതൊരു 3 ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് എക്സാംസ് വേറെയും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന മേജർ എക്സാംസും എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാംസും എനിക്ക് തോന്നുന്നു ഇത്ര എക്സാംസ് ആണ് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു മേജർ എക്സാം. ഇതിലും നമുക്കിപ്പോൾ CPOയും ഈ ഒരു GD കോൺസ്റ്റബിളിലും നമുക്ക് അവിടെ ഫിസിക്കലിൻ്റെ ഒരു കേസ് കൂടി വരുന്നുണ്ട്. ബട്ട് അതർവൈസ് ഒരു ഗ്രാജുവേഷൻ ഓൾറെഡി ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാംസിൻ്റെ ഒരു ലിസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഫോക്കസ് ചെയ്യാനും മനസ്സിലാക്കാനും പ്രിപ്പയർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് നമ്മളുടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക്
എങ്ങനെ SSC എക്സാംസിന് വേണ്ടി ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ SSC അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് SSC എക്സാമിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യമായി എക്സാംസിനെ കുറിച്ച് ഒന്ന് അറിയണം. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് റഫ് ഐഡിയ കിട്ടിയിട്ടുണ്ട്, ദാറ്റ് എന്തൊക്കെ എക്സാംസ് ഉണ്ട് എന്നുള്ളത്, ആൻഡ് ഇതിൽ കൂടുതലുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി എക്സാം എപ്പോഴാണ് നടക്കുന്നത്, എങ്ങനെ അറിയാൻ പറ്റും എന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ SSCയുടെ കലണ്ടർ റിലീസ് ചെയ്യാറുണ്ട്. എക്സാമിൻ്റെ നമുക്ക് എല്ലാ വർഷവും അവസാനമായിട്ട് ഡിസംബറിലാണ് റിലീസ് ചെയ്യുന്നത്. യൂഷ്വലി ഡിസംബർ 20 തൊട്ട് 25 ഇടയ്ക്കൊരു ഡേറ്റിലാണ് യൂഷ്വലി റിലീസ് ചെയ്യുന്നത്. ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ആ കലണ്ടർ വരുമ്പോൾ തന്നെ നമ്മൾ ഈ ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ, ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരുന്ന അപ്ഡേറ്റ്സ് മിസ്സാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉറപ്പായിട്ടും ഇതേപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. അതുപോലെ ഈവൻ ഈ എക്സാംസിനൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവൻ പ്രാക്ടീസിനും പ്രിപ്പറേഷനും അടക്കം നിങ്ങൾക്ക് ഈ ചാനൽ യൂസ് ചെയ്യാം. സോ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക. ഇനി SSCയുടെ കലണ്ടർ വഴിയാണ് നമ്മൾ ഈ എക്സാംസിനെ കുറിച്ച് അറിയുന്നത്. നമുക്ക് എന്തൊക്കെ എക്സാമാണ്, ഏതൊക്കെ എക്സാമിൻ്റെ ഫുൾ ലിസ്റ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഈവൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാംസിനെ കുറിച്ച് വരെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ആ എക്സാംസിൻ്റെ ലിസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷനൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് എക്സാം എപ്പോഴാണ് വിളിക്കുന്നത്, ആ ഒരു കലണ്ടറിനകത്ത് നമുക്ക് ആ നോട്ടിഫിക്കേഷൻ എപ്പം വരും, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, എക്സാം എപ്പോഴായിരിക്കും, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഡേറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യാം. എക്സാമിൻ്റെ ഷെഡ്യൂൾ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമുക്ക് ഒരു എക്സാമും അല്ല, നമുക്ക് ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട്, ഇപ്പോൾ UPSC പ്രിപ്പയർ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഒരു വട്ടം അത് മിസ്സായി കഴിഞ്ഞാൽ അടുത്ത വർഷം പിന്നെ അത് പറ്റില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു എക്സാം കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സാം അടുത്ത വർഷം എഴുതാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഉടനെ തന്നെ അടുത്ത എക്സാം വരുന്നുണ്ട്. അടുത്ത വർഷം ഇനി ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ലല്ലോ, ഒരു വർഷം ഇനി എന്ത് ചെയ്യും എന്നൊരു പ്രശ്നമില്ല. അടുത്ത എക്സാം വരുന്നുണ്ട്. നമുക്ക് ആ എക്സാം എഴുതി ക്ലിയർ ചെയ്തിട്ട് അടുത്ത വർഷം വീണ്ടും എന്ത് ചെയ്യാം, ഈ വരുന്ന നമ്മൾ ഓൾറെഡി ഇപ്പം മിസ്സായ, നമുക്ക് ശരിക്കും എന്തെങ്കിലും കാരണം കൊണ്ട് ശരിക്കും എഴുതാൻ പറ്റാത്ത എക്സാമിനെ അടുത്ത വർഷം വീണ്ടും അറ്റൻഡ് ചെയ്യാം. പലരും ഉണ്ട് ഈ ഒരു പോസ്റ്റ് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ആ എക്സാമിന് 5-6 തവണ എഴുതുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഓൾറെഡി സെൻട്രൽ ഗവൺമെൻറ് ജോബ് കിട്ടിയിട്ടുണ്ടായിരിക്കും, അവർ വർക്കിംഗ് ആയിരിക്കും. പക്ഷേ ഇല്ല, എനിക്ക് ഈ പോസ്റ്റ് തന്നെ വേണം, ഈ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വേണം എന്ന് വിചാരിച്ച് വീണ്ടും ആ എക്സാംസ് എഴുതിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അതാണ് ലൈക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർക്ക് ആ ഒരു ജോബ് തന്നെ വേണം, ഏതെങ്കിലും പോരാ എന്നൊരു രീതിയിലാണ് അവർ പലരും ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു പ്രിപ്പറേഷൻ, ആ ഒരു ഫോക്കസാണ് നിങ്ങളും പ്ലാൻ ചെയ്യേണ്ടത്. ഏത് എക്സാം, അതിൽ ഏത് പോസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും അവിടെ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് എക്സാംസിനെ കുറിച്ച് അറിയാൻ പറ്റുന്നത്. ഇനി നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെ തുടങ്ങാം എന്നുള്ളത്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ എക്സാംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാം. അതിലും CGL എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട് CGLന് വേണ്ടി മാത്രം, ലൈക്ക് അതിൻ്റെ പോസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അടക്കം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ ചെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആ പോസ്റ്റുകളെ കുറിച്ച് അറിയാം നിങ്ങൾക്ക്. ഇനി അതിൻ്റെ സാലറി അടക്കമുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ അത് നമുക്ക് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ വീഡിയോസ്, ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോസിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അത് അവിടെ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ നിങ്ങൾ എക്സാമിനെ കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ എനിക്കൊരു എന്താ പറയുക, സമാധാനമായിട്ട് ഓഫീസിൽ പോയി ഡെസ്കിലിരുന്ന് ചെയ്യുന്നൊരു ജോലി മതി, എനിക്ക് പബ്ലിക്കായിട്ടുള്ള വലിയ ഇൻട്രാക്ഷൻ ഒന്നും താല്പര്യമില്ല, വലിയ റിസ്ക് ഒന്നും എടുക്കാൻ വയ്യ. ഓക്കെ, ആ ഒരു ആംഗിളാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഓക്കെ ഫൈൻ, അങ്ങനെ ആണ് വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് CGLൻ്റെ അകത്ത് തന്നെ വരുന്ന ഒരുപാട് അങ്ങനത്തെ പോസ്റ്റുകളുണ്ട്. എനിക്ക് ഓഫീസിൽ തന്നെ, ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ, ഇപ്പം എന്താ പറയുക, നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ഓഫീസിൻ്റെ അകത്ത് തന്നെ ഇരുന്ന്, അതിൻ്റെ അകത്ത് പുറത്തോട്ട് വരണ്ട, അതിൻ്റെ അകത്ത് തന്നെ പോകുന്നു, വർക്ക് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെയുള്ള ഡ്യൂട്ടി വരുന്ന ജോബ്സ് ഉണ്ട്. അതുപോലെ വേറെയും ഒരുപാടുണ്ട്, നിങ്ങൾക്ക് അത് ഫോക്കസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് SSCയുടെ CHSL ഫോക്കസ് ചെയ്യാം. അവിടെ വരുന്നത് ലോവർ ഡിവിഷണൽ ക്ലർക്ക്, സീനിയർ സെക്രട്ടറിയൽ അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഇങ്ങനെയുള്ള പോസ്റ്റുകളാണ് വരുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്യുവർ ഡെസ്ക് ജോബ്. നിങ്ങൾക്ക് അങ്ങനെ പബ്ലിക് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ അവിടെ വരുന്നില്ല. നിങ്ങൾക്ക് അത് ഫോക്കസ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് തോന്നുവാണ് എനിക്ക് കുറച്ചുകൂടി യൂണിഫോം പോസ്റ്റ് വേണം, പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുകൾ വേണം, അങ്ങനെ തോന്നുക, നിങ്ങൾക്ക് എന്ത് ഫോക്കസ് ചെയ്യാം? നിങ്ങൾക്ക് CBI ഇൻസ്പെക്ടർ ഫോക്കസ് ചെയ്യാം, പ്രിവെൻറ്റീവ് ഓഫീസർ ഫോക്കസ് ചെയ്യാം, GS നിങ്ങൾക്ക് പിന്നെ അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന വേറെയാണ് നമ്മുടെ എക്സൈസ് ഓഫീസർ ഫോക്കസ് ചെയ്യാം. ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് നോക്കാം. അതല്ല, കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള, യൂണിഫോം വേണമെന്നില്ല, പക്ഷേ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുകൾ വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് NIA അല്ലെങ്കിൽ CBI പോലത്തെ ഉള്ള എക്സാംസ് നോക്കാം. അപ്പോൾ അതെല്ലാം വരുന്ന SSC CGLൻ്റെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പോസ്റ്റുകൾ നോക്കാം. സോ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടിയൊക്കെ റിസ്ക് എടുക്കാൻ റെഡിയാണ്. CBI പോലത്തെ പോസ്റ്റുകൾ നിങ്ങൾക്ക് നോക്കാം. CBIയിലെ സബ് ഇൻസ്പെക്ടറിൻ്റെ പോസ്റ്റുകളുണ്ട്, NIAയുടെ സബ് ഇൻസ്പെക്ടറിൻ്റെ പോസ്റ്റുകളുണ്ട്. സോ അങ്ങനെയുള്ള പോസ്റ്റുകളുണ്ട്. അതല്ലാതെ നിങ്ങൾക്കിപ്പം അഗെയിൻ മിനിസ്ട്രി ലെവലിൽ വർക്ക് ചെയ്യണം, പക്ഷേ നല്ല പവർഫുൾ പോസ്റ്റ് ആയിരിക്കണം, പക്ഷേ ഇങ്ങനെ റിസ്ക് ഒന്നും എടുക്കാൻ വലിയ ആഗ്രഹമില്ല. നിങ്ങൾക്ക് സെഷൻ ഓഫീസർ ഫോക്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഡൽഹിയിൽ മാത്രമായിരിക്കും പോസ്റ്റും വരുന്നത്, നിങ്ങൾ മിനിസ്ട്രീസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. സെഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്, പേ ലെവൽ 7 വരുന്ന ഓൾമോസ്റ്റ് 80,000-85,000 റുപ്പീസിൻ്റെ മേളിൽ സാലറി വരുന്നത് വളരെ നല്ല പോസ്റ്റിങ്സ് ആണത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എക്സാം നിങ്ങൾക്ക് എന്താ വേണ്ടിയത്, നിങ്ങളുടെ ഇൻഡസ്ട്രി ഏരിയ എന്താ എന്നുള്ളത് നിങ്ങൾ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യുക.
വൺസ് അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ഫോക്കസ് ചെയ്യാൻ പോകുന്ന എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ കേട്ടിട്ട് മിക്ക ആൾക്കാർക്കും ഇൻട്രസ്റ്റ് SSCയുടെ CGL ആയിരിക്കും. അപ്പോൾ ആ ഒരു CGL എക്സാം ആണെങ്കിൽ ആ CGL എക്സാമിൻ്റെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ CGL അല്ല CSSലോ CPO GDO MTSO സെലക്ഷൻ പോസ്റ്റോ നിങ്ങൾ ഇതിലെ ഏത് എക്സാം വേണമെങ്കിലും എടുത്തോ, എല്ലാ SSCയുടെ എക്സാമിൻ്റെ സിലബസ് സെയിം ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് എഴുതാൻ പറ്റും. ആൻഡ് ഇതേ പാറ്റേൺ ഇതേ പാറ്റേൺ എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഇതേ സിലബസിൽ നടക്കുന്ന വേറെ എക്സാംസ് ഉണ്ട്. റെയിൽവേ എക്സാംസ് ഉണ്ട്, അവിടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട. ഇതേ ക്വാണ്ടിറ്റേറ്റീവ് നമുക്ക് ആ വരുന്ന 4 ഏരിയ പഠിക്കാനുള്ള 4 ഏരിയ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷാണ് പഠിക്കാനുള്ളത്. ഇനി റെയിൽവേ എക്സാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനില്ല, ബാക്കിയുള്ള 3 പഠിക്കണം. അപ്പോൾ ഒരു സിലബസ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് എക്സാംസിന് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുക. അതും വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും. ഇനി ക്വസ്റ്റിൻ്റെ കൗണ്ടിലേക്ക് വന്നപ്പം CGL എക്സാം ആണെങ്കിൽ നമുക്കവിടെ 100 CGL CSL ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ 100 ക്വസ്റ്റിനാണ് വരുന്നത്. ഇപ്പോൾ SSCയുടെ GD ആണെങ്കിൽ 80 ക്വസ്റ്റിനാണ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു എക്സാമ്പിളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ലൈക്ക് നിങ്ങൾ എക്സാമിൻ്റെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അതിപ്പോൾ SSCയുടെ ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും ഒരേപോലെ തന്നെ. പിന്നെ ക്വസ്റ്റിൻ്റെ കൗണ്ട് നോക്കി നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ CGL ആണെങ്കിൽ 100, സെലക്ഷൻ പോസ്റ്റ് 100, CSSൽ 100, നമ്മുടെ CPO ആണെങ്കിൽ 200, നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ഇരട്ടി 200. അതുപോലെ നമുക്ക് ഇപ്പോൾ SSCയുടെ GD ആണെങ്കിൽ 80. അപ്പോൾ ആ ഒരു നമ്പർ എന്താ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു ടൈമൊക്കെ വരുന്ന എല്ലാ എക്സാമും മിക്ക എക്സാമും 60 മിനിറ്റ് വരുന്നത്. SSCയുടെ CPO മാത്രമേ 200 ക്വസ്റ്റിനുണ്ട് 2 മണിക്കൂർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടുത്തെ മാർക്കിംഗ് മനസ്സിലാക്കുക. ശരിയാണെങ്കിൽ 2 മാർക്കും, തെറ്റാണെങ്കിൽ നമുക്കവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്ന് അറിയണം. തെറ്റാണെങ്കിൽ നമുക്ക് അതിൻ്റെ 1/4 ആയിരിക്കും പോകുന്നത്. 0.5 ആയിരിക്കും നമുക്കവിടെ പോകുന്നത്. ഇപ്പോൾ 1 മാർക്കുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ അവിടെ 0.25 പോകും. 2 മാർക്കുള്ള എക്സാം ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 0.5 ആയിരിക്കും വന്നത്. 1/4 4/1 അതാണ് നമുക്ക് യൂഷ്വലി നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ അഗെയിൻ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന എക്സാംസിൻ്റെ, പക്ഷേ പല എക്സാംസിനുള്ള വ്യത്യാസം വരും. ഒരു ചെറിയ എക്സാമ്പിൾ, വളരെ നല്ലൊരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SSCയുടെ GD എക്സാം, ഇപ്പോൾ വിളിച്ചേക്കുന്ന എക്സാം വെച്ച് പറയാം. SSCയുടെ GD എക്സാംസിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ നെഗറ്റീവ് എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ നമുക്കവിടെ വരുന്ന മാർക്കും, തെറ്റാണെങ്കിൽ നമുക്കവിടെ വരുന്ന മാർക്കും നമുക്ക് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 1/8 എന്തോ ആണ് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ അത് ഒരു വലിയൊരു വേരിയേഷൻ ആണെന്ന് പറയാം. ഓക്കെ, അതുപോലെ റെയിൽവേ എക്സാം ആണ് 1/3 ആണ് നെഗറ്റീവ് വരുന്നത്. അങ്ങനെ പല പല വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതനുസരിച്ച് അതുകൂടി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ SSCയുടെ എക്സാമിൻ്റെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഇതാണ് എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 സബ്ജക്റ്റ്, ക്വസ്റ്റിൻ്റെ കൗണ്ട്, മാർക്ക്, സമയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ CGLോ CSSലോ ഒക്കെ ആണെങ്കിൽ ഇതേ സെയിം എക്സാം പാറ്റേൺ ആണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ പ്രിപ്പറേഷന് വേണ്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എക്സാം ഐഡൻറ്റിഫൈ ചെയ്തു, എക്സാമിൻ്റെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തു, അതിനുശേഷം അതിൻ്റെ സിലബസ് നമ്മൾ മനസ്സിലാക്കുക. സിലബസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി സിലബസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ പഠിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. പഠിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആദ്യം തന്നെ നമുക്ക് അവിടെ പഠിക്കാനുള്ള റിസോഴ്സസ് വേണം. ഇനി പഠിക്കാനുള്ള റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഒന്ന് ക്ലാസ്സസ് ഉണ്ട്, പിന്നെ 2 പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, പിന്നെ മോക്ക് ടെസ്റ്റുകൾ, നമുക്ക് എക്സാംസ് ചെയ്ത് നോക്കാൻ വേണ്ടി മോക്ക് ടെസ്റ്റുകൾ, ഇങ്ങനെ പല പല കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെ എയ്തർ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുന്ന പോലത്തെ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് അത് എടുക്കാം, അതൊരു ഓപ്ഷനാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓരോന്നായിട്ട് പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്യാം. അപ്പം അതിൽ കുറച്ചുകൂടി സമയം എടുക്കും എന്നൊരു കാര്യമുണ്ട്. പക്ഷേ ഇൻ ജനറൽ ഇപ്പം എന്താ പറയുക, നമുക്കിപ്പം ഇവിടെ എൻട്രിയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ എൻട്രിയിൽ ബാച്ചസ് ഉണ്ട്. ഈ ബാച്ചസിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ ബാച്ചസ് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസും കിട്ടും, ബുക്കുകൾ കിട്ടും, അതിൻ്റെ ലൈവും റെക്കോർഡ് ക്ലാസ്സസും കിട്ടും, മോക്ക് ടെസ്റ്റുകൾ കിട്ടും, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഡിസ്കഷൻ കിട്ടും, മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടി ഒരു പാക്കേജ് ആയിട്ട് കിട്ടുന്ന കേസസ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സസ് തപ്പി അടക്കേണ്ട ആവശ്യമില്ല. അതല്ല, നിങ്ങളായിട്ട് തന്നെ റിസോഴ്സസ് കളക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. ഒരു റിസോഴ്സസ് കളക്ട് ചെയ്യുമ്പോൾ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സിൻ്റെ കിറ്റായിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുവാണെങ്കിൽ വളരെ നല്ലത് എന്നുള്ളത്. അത് നിങ്ങൾ തന്നെ അന്വേഷിച്ച് ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ റിസോഴ്സസ് സെറ്റ് ചെയ്യുക. ഇനി സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ചിലവർക്കൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ചില പ്ലാറ്റ്ഫോംസിൽ നിന്ന് ഒരുപാട് കണ്ടന്റുകൾ, ഓക്കെ, ഡു നോട്ട് ഹോൾഡ് ബുക്സ്, ഒരുപാട് കണ്ടന്റുകൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം. ഫ്യൂച്ചറിൽ ഉപയോഗിക്കാം. പക്ഷെ അത് ഒരുപാട് കണ്ടന്റിലേക്ക് പോവാതിരിക്കുക. അത് തന്നെ ഒരു വലിയ നെഗറ്റീവാണ്. നമുക്കത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരുപാട് മെറ്റീരിയൽസ് അല്ല വേണ്ടി, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കണം. ഒരു സിംഗിൾ കിറ്റ്, ഒരു വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരുപാട് മെറ്റീരിയൽ കളക്ട് ചെയ്ത് വെച്ചു ആ ഒരു ആംഗിൾ ആയിരിക്കില്ല.
ഇനി സ്റ്റിക്ക് ടു 1 സ്റ്റാൻഡേർഡ് ബുക്ക് പെർ സബ്ജക്ട്. നമ്മൾ നേരത്തെ എടുത്ത് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് ഒരു സബ്ജക്റ്റിന് വേണ്ടി മാത്രം പ്രിഫർ ചെയ്യുക. അതിനും ഈ പറയുന്ന പോലെ എല്ലാത്തിനും ബുക്ക് വേണമെന്നില്ല. അതാണ് വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാത്തിനും ബുക്ക് വാങ്ങണം ഇല്ല. ചില സബ്ജക്റ്റിന് നമുക്ക് ചിലപ്പോൾ SSC ആണ്, ചില സബ്ജക്റ്റിന് നമുക്ക് ബുക്ക് അങ്ങനെ ആവശ്യം വരത്തില്ല. ജസ്റ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് മതിയായിരിക്കും. അപ്പം അതിനൊരു ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ റീസണിങ് എന്ന് പറയുന്നത്. റീസണിങ് നമുക്ക് അങ്ങനെ ബുക്കിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു പ്രാക്ടീസിന് വേണ്ടി ഒരു പ്രീവിയസ് ഇയർ ബുക്ക് വേണം, പക്ഷേ അല്ലാതെ പഠിക്കാൻ കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി ബുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റിക്ക് ടു 1 സ്റ്റാൻഡേർഡ് ബുക്ക് പെർ സബ്ജക്ട് ആൻഡ് 1 പ്രീവിയസ് ഇയർ ബുക്ക്. അതാണ് ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞത്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ബുക്ക് എന്തായാലും വേണം, അതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ അത് ഉറപ്പായിട്ടും വേണം, അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. ഇപ്പോൾ എടുത്തെടുത്ത് പറയാം, നമുക്ക് ഓരോന്ന് ഫോക്കസ് ചെയ്ത് പറയാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, നമുക്ക് അവിടുത്തെ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ ഒരു ബുക്ക് വേണം. ഇത് കൂടാതെ നമുക്ക് പ്രാക്ടീസിന് വേണ്ടി ഒരു ബുക്ക് വേണം. രണ്ടും കൂടി ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. പക്ഷേ മാത്സിലൊക്കെ നമുക്ക് ഒരു ബുക്ക് തീർത്താലും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ബുക്കിലേക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഒരു ബുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ വേണം. ഇനി റീസണിലേക്ക് വരുമ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. നമുക്കത് ഈസി ആയിട്ട് ക്ലാസ്സസിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്ന പ്രീവിയസ് ഇയർ ഒരു ബുക്ക് മാത്രം മതി. നോ സെപ്പറേറ്റ് ടെക്സ്റ്റ് ബുക്ക് ഈസ് നീഡഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ യൂസ് പ്രീവിയസ് ഇയർ ബുക്ക് ഡയറക്ട്ലി. നമ്മുടെ പ്രീവിയസ് ഇയർ ബുക്കിൽ നേരെ നമുക്ക് ഈ പ്രീവിയസ് ഇയർ ബുക്കിൽ നിന്ന് തന്നെ നമ്മുടെ കൺസെപ്റ്റും ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിസോഴ്സസ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫാക്റ്റിലേക്ക് പറയാം, കറക്റ്റ് അതിൻ്റെ ഫാക്ട് പറയുകയാണെങ്കിൽ. ഇനി അതേപോലെ ഇംഗ്ലീഷിൽ നമുക്ക് ഗ്രാമറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് ബുക്ക് വേണം. ഓക്കെ, ഉറപ്പായിട്ടും വേണം. പിന്നെ അതുപോലെ വൊക്കാബിന് വേണ്ടി ഒരു ടെക്സ്റ്റ് ബുക്ക് വേണം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ബുക്ക് വേണം. അപ്പോൾ അതേപോലെ തന്നെ ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പം നമുക്ക് തിയറിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് ബുക്ക് വേണം. അതുപോലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പേഴ്സോ അല്ലെങ്കിൽ വേറെ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ നിങ്ങൾ ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എടുക്കുക. മാത്സ് ഞാൻ ഏത് ബുക്ക് ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ഏത് കണ്ടന്റ് ഫോളോ ചെയ്യും എന്നുള്ളൊരു ക്ലിയർ ബുക്ക് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് അത് പ്രിപ്പയർ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ബുക്ക് അല്ലെങ്കിൽ ഒരു കിറ്റ് വേണം നിങ്ങളുടെ കയ്യിൽ പ്രിപ്പറേഷന് വേണ്ടി. അത് ആദ്യമേ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇനി ഇതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ സബ്ജക്ട്സ് ഫോക്കസ് ചെയ്യാം. ഇനി ഓരോ സബ്ജക്ട്സ് നമുക്കൊന്ന് ഓടിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പം പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചു തുടങ്ങിയവർക്ക് വേണ്ടി ഇപ്പോൾ ആദ്യം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. നെഗറ്റീവ്സ് മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമ്മുടെ മാത്സിൽ കറക്കി കുത്തുന്നതിൻ്റെ ഒരു പ്രശ്നമില്ല, കിട്ടിയ ആൻസറെ മാർക്ക് ചെയ്യാറുള്ളൂ. ഓക്കെ, സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കവിടെ ഫുള്ള് ചെയ്യാൻ പറ്റും. ഫുൾ ആൻസർ കിട്ടുന്നതുകൊണ്ട് ഫുള്ള് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മാത്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് മാത്സിൻ്റെ ഏരിയ. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു എങ്ങനെ തുടങ്ങണം എന്നുള്ള വീഡിയോ ആണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ജസ്റ്റ് ഒരു റഫ് ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം പഠിച്ച് തുടങ്ങിയവർക്ക് വേണ്ടി. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഫോക്കസ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ സ്പീഡ് ഫോക്കസ് ചെയ്യുക. അതിന് വേണ്ടി നിങ്ങൾ സ്ക്വയർ, ക്യൂബ്, ടേബിൾ, പവേഴ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യമേ ഒന്ന് ശരിയാക്കി എടുക്കണം. എസ്പെഷ്യലി ടേബിൾ, നമ്മുടെ സിംപ്ലിഫിക്കേഷൻ, ബോർഡമസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ അരിത്തമാറ്റിക് ടോപ്പിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അരിത്തമാറ്റിക് ടോപ്പിക്സ് ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക. അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വലിയൊരു ഏരിയ നമുക്ക് അവിടെ കവർ ആയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം പിന്നെ നമുക്ക് അഡ്വാൻസ് മാത്സിൻ്റെ ഏരിയ വരും. അഡ്വാൻസ് മാത്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുള്ളത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, ജോമെട്രി, മെൻസുറേഷൻ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ വരും. അപ്പോൾ അതൊക്കെ അഡ്വാൻസ് മാത്സ്. അത് ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ പഠിക്കല്ല. ഒന്ന് മാത്സ് ഒക്കെ ഒന്ന് കംഫർട്ടബിൾ ആയതിനു ശേഷം മാത്രമേ ആ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഫൈനലി നമ്മുടെ 80-20 റൂൾ. 80-20 റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമിൽ ചോദിക്കുന്ന 80% ഓഫ് ദ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള 20% ഓഫ് ദിസ് റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. സോ അത് ഫോക്കസ് ചെയ്യുക. ലൈക്ക് 80% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആർ റിപ്പീറ്റഡ് കൺസെപ്റ്റ് ഫ്രം പ്രീവിയസ് ഇയർ. സോൾവ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഫ്രം ദ ലാസ്റ്റ് 5 ഇയേഴ്സ്. എസ്പെഷ്യലി ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന റെയിൽവേ എക്സാം കൂടി വെച്ചുകൊണ്ട് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ 2019 തൊട്ട് 2025 വരെയുള്ള SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യുക. ഞാൻ റെയിൽവേ കൂടി ചേർത്താണ് പറയുന്നത്. അതിനെ എടുത്ത് പറയാൻ കാരണം റെയിൽവേയുടെ ഈ വർഷം നടന്ന പല എക്സാമിലെയും ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ SSCയുടെ 2019, 2020 നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടി അപ്പോൾ മാത്സ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യാം. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1 ലക്ഷത്തിൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. അടുത്തത് നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് പറയുകയാണെങ്കിൽ കുറച്ചധികം പാടായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പാടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ അഗെയിൻ മാത്സ് പോലെ തന്നെ നമുക്കിവിടെ ആൻസർ കിട്ടുമ്പോഴേ നമ്മൾ മാർക്ക് ചെയ്യാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഹയസ്റ്റ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കണം, ഫുള്ള് സ്കോർ ചെയ്യാൻ നോക്കണമെന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സത്യം അറിഞ്ഞിരിക്കുക, ഇപ്പം നിങ്ങൾ സാധാരണ എല്ലാവരും മാത്സ് അല്ലേ പഠിക്കുന്നത്. ഇവിടെ ഇപ്പോഴത്തെ ഒരു എക്സാം ആംഗിൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് ഈ വർഷം
നടന്ന എക്സാമുകൾ നോക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ടത് റീസണിങ്ങും ഇംഗ്ലീഷും ആണെന്ന് പറയും. ബിക്കോസ് ഈ വട്ടം സാധാരണ എപ്പോഴും എല്ലാവരും പേടിക്കുന്നത് മാത്സും GK ആണെങ്കിൽ ഈ വർഷം ആ ട്രെൻഡ് ചെറുതായിട്ടൊന്ന് മാറി റീസണിങ്ങും ഇംഗ്ലീഷും ആയിട്ടുണ്ട്. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി നല്ല ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ വർഷത്തെ ട്രെൻഡ് വെച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഹയർ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. സോ ഇവിടെ നമുക്ക് നേരത്തെ പോലെ ഒരു ബുക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നിങ്ങൾ ഡെയിലി ഒരു ചാപ്റ്റർ വെച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. പ്രീവിയസ് ക്വസ്റ്റൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഒരു 25 ക്വസ്റ്റൻസ് ഡെയിലി ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. 25 ക്വസ്റ്റൻസ് ഡെയിലി. ഓക്കെ, അത് ബ്രേക്ക് ചെയ്യുക ചെയ്ത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. പിന്നെ നിങ്ങളുടെ എറേഴ്സ് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. അത് ഈ പറഞ്ഞ ഓൺലി സ്റ്റഡി ടോപ്പിക് വേർ യു ആർ കൺസിസ്റ്റന്റ് മേക്ക് മിസ്റ്റേക്ക്. നമുക്ക് ഈ മിസ്റ്റേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്ന ചില ടോപ്പിക്സ് ആണ്. അവിടെ മാത്രം കൂടുതൽ പ്രാക്ടീസോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഒരു സമയം കൊടുത്താൽ മതി. അല്ല, പഠിക്കാൻ വേണ്ടി സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാത്രം നിങ്ങൾ മേജറായിട്ട് ഫോക്കസ് ചെയ്താൽ മതി. പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ ഇംഗ്ലീഷ് വരുന്നത്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം ആദ്യം തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ബുക്സ് യൂസ് ചെയ്യുക, നിങ്ങളുടെ ബേസിക് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി. അതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, റീഡിംഗ് ഹാബിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം പഠിക്കാൻ വേണ്ടി. ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഒക്കെ വായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. അതിന് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇതേ ന്യൂസ് പേപ്പേഴ്സിൽ നിന്നാണ് നമുക്ക് കൂടുതലും ക്ലോസ് ടെസ്റ്റ് ആൻഡ് പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള റീഡിംഗ് കോമ്പ്രഹൻഷൻ പോലത്തെ ടോപ്പിക്സ് നമുക്ക് ചോദിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലൈക്ക് ഈ നിങ്ങൾ ചിലപ്പോൾ വായിക്കുന്ന അതേ റീഡിംഗ് കോമ്പ്രഹൻഷൻ ആയിരിക്കും ചിലപ്പോൾ എക്സാം ചിലപ്പോൾ ആ പാരഗ്രാഫ് അതേപോലെ എടുത്ത് ചോദിക്കാൻ പോകുന്നത്. സോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ റീഡിംഗ് സ്കിൽസും ഈ പറഞ്ഞ ഇംഗ്ലീഷിൽ കൂടുതൽ ഉള്ള സ്കിൽസ് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി. പിന്നെ ഡെയിലി കുറച്ച് വൊക്കാബ്സിൻ്റെ വേർഡ്സ് പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. ലൈക്ക് ഒരു 10 പുതിയ വേർഡ്സ്, 10 ഇഡിയംസ്, ഫ്രേസസ്, അങ്ങനെയൊക്കെയുള്ള 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ബുക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ജനറൽ അവയർനെസ്, നമ്മുടെ GK ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടുതൊട്ടേ കാണുന്ന ഹിസ്റ്ററി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ. അപ്പോൾ അതൊക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു ബുക്ക് വേണം. ഡെയിലി കുറച്ച് സമയം അതിന് വേണ്ടി മാറ്റി വെക്കണം. പക്ഷേ ഒരുപാട് സമയം മാറ്റി വെക്കുന്നവരുണ്ട്. അങ്ങനെ മാറ്റി വെക്കുക. അതിൽ ഒരു ദിവസം 5 മണിക്കൂർ ഇത് പഠിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും മാറ്റി വെക്കില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ മാക്സിമം. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടെ നമുക്ക് ഈ പറഞ്ഞ എത്ര പഠിച്ചിട്ട് പോയാലും നമുക്ക് കിട്ടുന്നത് പഠിച്ചിട്ട് പോയതിൽ നിന്ന് കിട്ടണമെന്ന് നിർബന്ധമില്ല. ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റൻസ് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റൻസ് ആയിരിക്കും. ചില സമയത്ത് 1-2 ക്വസ്റ്റനൊക്കെ ആയിരിക്കും ചിലപ്പോൾ കണ്ട ക്വസ്റ്റൻസ് വരുന്നത്. അതൊരിക്കലും നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രെഡിക്റ്റ് ചെയ്യാനോ ഗസ് ചെയ്യാനോ ഒക്കെ നമുക്ക് പാടായിരിക്കും. ഒരുപാട് ഗസ് ചെയ്ത് മിസ്റ്റേക്ക് വരുത്തുന്ന ഏരിയ കൂടിയാണ്. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല. പിന്നെ നമ്മൾ പറഞ്ഞാൽ ഈ സ്ട്രാറ്റജിയൊക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ അത്യാവശ്യം കുറച്ചൊരു ബുക്സ് എന്തെങ്കിലും മാറ്റി വെക്കുക. ലൈക്ക് നമ്മുടെ ഈ ഡാൻസ് ഫോംസ്, ഫെസ്റ്റിവൽസ്, നാഷണൽ പാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ന്യൂസ് ഫോളോ ചെയ്യാം. നേരത്തെ പറഞ്ഞ ന്യൂസ് പേപ്പർ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. ഏതെങ്കിലും റിസോഴ്സസ് യൂസ് ചെയ്യാം, വീഡിയോസ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജനറൽ അവയർനെസ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഞാൻ ഇൻ ജനറൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത് നിങ്ങൾ പഠിച്ച് തുടങ്ങുമ്പോഴും ഓരോന്ന് എവിടെ എന്ത് ഫോക്കസ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ വരുന്നൊരു കാര്യം, നിങ്ങൾ അത്യാവശ്യം പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ റുട്ടീൻ എങ്ങനെ ആയിരിക്കണം ആൻഡ് മോക്ക് ടെസ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ റുട്ടീനും മോക്ക് ടെസ്റ്റിലേക്ക് വരുവാണെങ്കിൽ ചിലർക്ക് മോർണിംഗ് പഠിക്കുന്നതായിരിക്കും എളുപ്പം, ചിലർക്ക് ഈവനിങ് പഠിക്കുന്നതായിരിക്കും എളുപ്പം. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം എന്നുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ മോർണിംഗ് ചിലർക്ക് രാവിലെ നേരത്തെ എണീച്ച് പഠിക്കാൻ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും, വളരെ നല്ലതാണ് അത്. അതുപോലെ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അത് ആ രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഈവനിങ് ടൈമിൽ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈവനിങ് ടൈം ഫോക്കസ് ചെയ്യുക. പക്ഷേ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ ഒരു ദിവസം വൈകിട്ട് അങ്ങനെ ആയിരിക്കില്ല. ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുക, അത് വെച്ച് പഠിച്ചു തുടങ്ങുക. അതിനെ വളരെ കൺസിസ്റ്റൻറ്റ്, ഇവിടെ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എത്ര കൺസിസ്റ്റൻ്റ് ആണ് പഠിക്കുന്നതിൽ, നിങ്ങൾ സമയം മാറ്റി വെക്കുന്നതിൽ, ഇതാണ് ശരിക്കും മാറ്റർ ചെയ്യുന്നത്. സോ അത് ഫോക്കസ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ സബ്ജക്ട്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ മോക്ക് ടെസ്റ്റിലേക്ക് പോകുന്നത്. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോഴും നമുക്കവിടെ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് മാത്രം ഫോക്കസ് ചെയ്യുന്നൊരു മോക്ക് ടെസ്റ്റ് 15 മിനിറ്റേ കാണത്തുള്ളൂ, ഒരുപാട് സമയം ഇരിക്കേണ്ടി വരത്തില്ല. അതേപോലെ ഫുൾ മോക്ക് ടെസ്റ്റുകളുണ്ട്, 1 മണിക്കൂർ വരുന്ന ഫുൾ മോക്ക് ടെസ്റ്റ് എല്ലാ സബ്ജക്റ്റോട് ചേർന്നത്. അത് നമ്മൾ അത്യാവശ്യം സിലബസ് ഒക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മോക്ക് ടെസ്റ്റ് ചെയ്താണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സ്കോറൊക്കെ എത്തിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ പ്രാക്ടീസിന് അനുസരിച്ച് നിങ്ങൾ ആ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. ആൻഡ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഓക്കെ, ഈ പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളോടും മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകേണ്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ പറയുവാണെങ്കിൽ നമുക്കൊന്ന് എന്താ പറയുക, ഒന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഗോൾ ഫിക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് എക്സാമാണ് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് അതിൻ്റെ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സിലബസ് എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക. ലൈക്ക് ഈ ടോപ്പിക് ഇന്ന ദിവസം പഠിക്കും, ഇത്രയും ദിവസം കൊണ്ട് എൻ്റെ സിലബസ് തീരും, കവർ ആവും എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുക. ദെൻ കംപ്ലീറ്റ് ദി സിലബസ് അക്കോർഡിംഗ് ടു
ദ പ്ലാൻ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും ടോപ്പിക് വൈസ് ടെസ്റ്റും ചെയ്ത് തുടങ്ങും. നിങ്ങൾ ആ ടോപ്പിക് എത്രത്തോളം ശരിയായെന്ന് അറിയാൻ വേണ്ടി. അതിൻ്റെ കൂടെ വൺസ് നിങ്ങളുടെ പ്രിലിംസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ എക്സാമിൻ്റെ സിലബസ് ഒക്കെ ഒന്ന് തീർന്നാൽ നിങ്ങളുടെ Tier 2 എക്സാം അല്ലെങ്കിൽ അതിൻ്റെ മെയിൻസ് എക്സാം, രണ്ടാമത്തെ എക്സാം, അങ്ങനെയൊക്കെ ഉള്ള എക്സാംസ് ആണെങ്കിൽ അതിന് വേണ്ടി കൂടി ഇതിൻ്റെ കൂടെ ഫോക്കസ് ചെയ്യുക, ഫസ്റ്റ് എക്സാമിൻ്റെ റിവിഷൻ്റെ കൂടെ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക, സെക്ഷണൽ മോക്ക് ടെസ്റ്റ്, ഫുൾ മോക്ക് ടെസ്റ്റ്. എന്നിട്ട് അതിലെ വീക്ക് ഏരിയയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആ വീക്ക് ഏരിയയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കും. എനിക്ക് എക്സാമിന് ഇത്രയും സ്കോറാണ് എനിക്ക് വേണ്ടി എന്നൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കും. ആ ടാർഗറ്റിലേക്ക് റീച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരിക്കലും 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ അടുത്ത CGL എക്സാമൊക്കെ വന്നത് കഴിഞ്ഞ സെപ്റ്റംബർ, നമ്മളിപ്പോൾ ലാസ്റ്റ് സെപ്റ്റംബറിലായിരുന്നു. സോ ഏകദേശം നമുക്കൊരു എന്താ പറയുക ഒരു 8 തൊട്ട് 10 മാസം നമുക്കവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ SSCയുടെ കലണ്ടർ നമുക്ക് ഈ മാസം അവസാനം വരും. നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എക്സാംസ് ഒക്കെ എപ്പോൾ നടക്കുന്നു. സോ ആ ഒരു കലണ്ടർ വെച്ചുകൊണ്ട് കൂടി നിങ്ങളുടെ ആ ഒരു സിലബസ്, നിങ്ങളുടെ ആ ഒരു സിലബസ് കവർ ചെയ്യാൻ എത്ര സമയം എടുക്കും, പാറ്റേൺസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ചെക്ക് ലിസ്റ്റ് ഇല്ലേ, ആ ചെക്ക് ലിസ്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഏറ്റവും നല്ലപോലെ കൊണ്ടുപോകുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്റ്റാൻഡേർഡ് ടൂൾ കിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം, ഓക്കെ, നിങ്ങളിപ്പോൾ ആദ്യമായിട്ടൊക്കെ പഠിച്ചു തുടങ്ങുന്നവരാണ്, നിങ്ങൾക്കൊരു പ്രോപ്പർ എല്ലാം കൂടി എന്താ പറയുക പല സ്ഥലത്തു നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്റ്റാൻഡേർഡ് പാക്കേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കിവിടെ എൻട്രിയിൽ SSC എക്സാംസിനും റെയിൽവേ എക്സാംസിനും സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനൊക്കെ വേണ്ടി ബാച്ചസ് ഉണ്ട്. ഈ ബാച്ചസിലൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ ഓൺലൈൻ ക്ലാസ്സസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ഈ ഒരു സിലബസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി ഒരു കറക്റ്റ് എക്സ്പേർട്സ് പ്രിപ്പയർ ചെയ്ത സ്റ്റഡി പ്ലാൻ കാണും. റെക്കോർഡഡ് ക്ലാസ്സസ് കാണും, നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്കത് കാണാം. ലൈവ് ക്ലാസ്സസ് കാണും. അത് എല്ലാ ദിവസങ്ങളിലും ഈവനിങ് ആയിരിക്കും പോകുന്നത്. അതും 7 to ഒരു 10 o'clock ഇടയ്ക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് പ്രൊഫഷനിലോ കോളേജിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മിസ്സാവാതെ, അത് എഫക്റ്റ് ചെയ്യാതെ തന്നെ ഈവനിങ് ഈ ക്ലാസ്സസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ റെക്കോർഡിൽ പഠിക്കുന്ന ടോപ്പിക്സിൻ്റെ ലൈവ് ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ലൈവായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് അതിൽ വരുന്ന ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടായിരിക്കും സെപ്പറേറ്റ്. മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടാണ്. മെൻറ്റേഴ്സും എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ആപ്പിൽ നിങ്ങൾക്ക് AI സപ്പോർട്ട് കാണും. അപ്പോൾ നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അതുപോലെ മന്ത്ലി പുതിയ ബാച്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റും. നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മുടെ ഇയർ എൻഡ് കൂടി ആയതുകൊണ്ട് നമുക്കിവിടെ ഇപ്പം ഈ ബാച്ചസിലേക്കൊക്കെ 40% ഓഫറുണ്ട്. സോ അതുകൊണ്ട് തന്നെ 40% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, അവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്കൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ബാച്ചസിലേക്കൊക്കെ നമ്മുടെ ഗോൾഡ് ബാച്ചസിലേക്കൊക്കെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആ ജോയിൻ ചെയ്യുന്നവരിൽ മന്ത്ലി 3 പേർക്ക്, നമ്മൾ സാധാരണ ഓൺലൈൻ ബാച്ച് എന്നൊക്കെ പറഞ്ഞാൽ 1 വർഷത്തെ വാലിഡിറ്റി അല്ലേ വരുന്നത്, ഇവിടെ ലക്കി ആയിട്ടുള്ള 3 പേർക്ക് അവർക്ക് അൺലിമിറ്റഡ് access ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാൽ വാലിഡിറ്റി തീർത്തില്ല, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്കിവിടെ ബാച്ചസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8714764666 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഓഫറിനെ കുറിച്ചും കൂടുതൽ അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി, എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ലപോലെ സ്റ്റാർട്ട് ചെയ്യാം ബാച്ചസിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ SSC എക്സാംസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കലണ്ടർ വരുന്ന സമയത്ത് നമ്മളത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുക, ഫ്യൂച്ചറിൽ വരുന്ന അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആ ഒരു കലണ്ടറൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.